ഒപ്റ്റിമ സെക്യൂർ HDFC ERGOൻ്റെ ഒപ്റ്റിമ സെക്യൂർ എങ്ങനെ ഒരു മികച്ച പ്ലാൻ ആകുന്നു എന്ന് നമുക്ക് നോക്കാം. ഒപ്റ്റിമ സെക്യൂറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് നൽകുന്ന ഉയർന്ന കവറേജാണ്. ഏതൊരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിൻ്റെയും ആളുകൾ നോക്കുന്ന കാര്യം എന്താ, എനിക്ക് എത്ര കവറേജ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ പ്ലാനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരാൾ വാങ്ങുന്ന കവറേജിൻ്റെ ഇരട്ടി കവറേജ് ആദ്യ ദിവസം മുതൽ നൽകുന്നുള്ളതാണ്. ഉദാഹരണത്തിന് 10 ലക്ഷത്തിൻ്റെ പോളിസി ഞാൻ വാങ്ങിയാൽ എനിക്ക് ആദ്യത്തെ ബില്ലിൽ തന്നെ 20 ലക്ഷം വരെ ക്ലെയിം ചെയ്യാൻ സാധിക്കും. കേൾക്കുമ്പോൾ അത്ഭുതമായി തോന്നിയേക്കാം, പക്ഷേ അതാണ് എൻ്റെ വാസ്തവം. അപ്പോൾ ഒരാൾക്ക് 10 ലക്ഷം രൂപയുടെ ഒരു പോളിസി എടുത്തു, ഒരു 13 ലക്ഷം രൂപയുടെ ബില്ല് വന്നു, ഒപ്റ്റിമ സെക്യൂർ സെറ്റിൽ ചെയ്യും. അത് 15 ലക്ഷം രൂപയുടെ ബില്ല് വന്നു, ഒപ്റ്റിമ സെക്യൂർ സെറ്റിൽ ചെയ്യും. 20 ലക്ഷം വരെയുള്ള ബില്ലുകൾ ആദ്യത്തെ വർഷം തന്നെ എടുക്കാൻ സാധിക്കും. അത് ഒറ്റ ബില്ലത്തിന് എടുക്കാൻ സാധിക്കും. ഇന്ന് ഇത്തരത്തിലുള്ളൊരു ഫീച്ചർ മറ്റൊരു പ്രൊഡക്റ്റും കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇതിന് പുറമെ ഇതിൽ നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റേ ഇല്ല. കാര്യം ക്ലെയിം വന്നാലും വന്നില്ലെങ്കിലും ബോണസ് നൽകുകയാണ്. എങ്ങനെയാണ് ബോണസ് നൽകുന്നത്? സം അഷ്യൂർഡിൻ്റെ പകുതി ആദ്യ വർഷം കഴിയുമ്പോൾ ആഡ് ചെയ്യും. ഉദാഹരണത്തിന് ഞാൻ 10 ലക്ഷം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തുടക്കം തന്നെ 10ൻ്റെ കൂടെ 10 കവറേജ് ഉണ്ട്. അങ്ങനെ 20 ലക്ഷം കവറേജ് ആയിട്ടുണ്ടോ ആദ്യത്തെ വർഷം തന്നെ. രണ്ടാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇതിൻ്റെ കൂടെ 5 ലക്ഷം കൂടി ആഡ് ചെയ്ത് 25 ലക്ഷമാക്കി കവറേജ് മാറ്റുന്നു. ഒരു കൊല്ലം കൂടി കഴിയുമ്പോൾ ഈ ബാക്കി വരുന്ന ബോണസ്, അതായത് ഒരു 5 ലക്ഷം കൂടി ഉണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് 2 റിന്യൂവൽ കഴിയുമ്പോൾ എൻ്റെ കവറേജ് 30 ലക്ഷമാകുന്നു. ഓർക്കുക, ഞാൻ വാങ്ങിയത് 10 ലക്ഷത്തിൻ്റെ പോളിസിയാണ്. 10 ലക്ഷത്തിൻ്റെ പോളിസി വാങ്ങുന്ന ഒരാൾക്ക് ആദ്യത്തെ വർഷം 20 ലക്ഷവും രണ്ടാമത്തെ വർഷം 25 ലക്ഷവും മൂന്നാമത്തെ വർഷം 30 ലക്ഷവും കവറേജാണ് നമ്മൾ ആദ്യ ബില്ലിൽ തന്നെ കൊടുക്കാൻ പോകുന്നത്. ഇതിന് പുറമെയാണ് 10 ലക്ഷം രൂപയുടെ റിസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉള്ളത്. അതായത് എന്തെങ്കിലും കാരണവശാൽ ഈ 20 ലക്ഷം തീർന്നു പോവുകയാണെങ്കിൽ മറ്റൊരു 10 ലക്ഷം കൂടി കിട്ടുന്നു. അതിപ്പോൾ അൺലിമിറ്റഡ് റിസ്റ്റോറേഷൻ എന്ന ഓപ്ഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എത്ര തവണ വേണമെങ്കിലും അത് കഴിഞ്ഞ് ഈ 10 ലക്ഷം രൂപയുടെ കവറേജ് ലഭിച്ചുകൊണ്ടിരിക്കും. ഒരു അക്ഷയ മാത്രം പോലെ കവറേജ് തീരാത്ത രീതിയിൽ നമുക്ക് ഈ പ്ലാനിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതാണ് ഈ ഒപ്റ്റിമ സെക്യൂറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ആദ്യ ദിവസം മുതൽ കിട്ടുന്ന ഇരട്ടി കവറേജ് ഇന്ന് വേറൊരു പ്ലാനും നൽകുന്നില്ല. അപ്പോൾ ഒപ്റ്റിമ സെക്യൂറിൻ്റെ ഒരു 25 ലക്ഷത്തിൻ്റെയോ മറ്റേ പ്ലാൻ വാങ്ങുന്ന ആൾക്ക് വേറൊരു പ്ലാനിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാര്യം അദ്ദേഹത്തിന് ഒന്നാം ദിവസം തന്നെ 50 ലക്ഷം രൂപയുടെ കവറേജ്. ഒന്നാം ദിവസം ഞാൻ ഉദ്ദേശിക്കുന്നത് 30 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ വേണമെങ്കിൽ ഒന്നാം ദിവസം തന്നെ കവറേജ് കിട്ടാം. അപ്പോൾ ആദ്യ വർഷം തന്നെ 50 ലക്ഷം കവറേജ്, 25 ലക്ഷത്തിൻ്റെ രജിസ്ട്രേഷൻ. അപ്പോൾ ഇങ്ങനെ 4 ഇരട്ടി കവറേജ്. അതുപോലെ തന്നെ 3 കൊല്ലം ഒന്നിച്ചടക്കുകയാണെങ്കിൽ ഒരു കവറേജ് കൂടി കിട്ടും. അപ്പോൾ 5 ഇരട്ടി കവറേജ് ആവും. അതായത് ഒന്ന് നമ്മൾ തുടക്കത്തിൽ കൊടുക്കുന്ന ഡബിൾ കവറേജ് എന്ന് പറഞ്ഞ കവറേജ്, നോർമൽ കവറേജ്, ആദ്യം നോർമൽ കവറേജ്, പിന്നെ ഡബിൾ കവറേജ് കൊടുക്കുന്നത്, പിന്നെ ബോണസിലൂടെ വരുന്ന ഒരു കവറേജ്, പിന്നെ രജിസ്ട്രേഷനിൽ വരുന്ന ഒരു കവറേജ്. അതിന് പുറമെ 3 കൊല്ലത്തെ പ്രീമിയം ഒന്നിച്ചടയ്ക്കുന്ന കസ്റ്റമർക്ക് നമ്മൾ ഒരു സം അഷ്യൂർഡും കൂടി കൊടുക്കുന്നു. അപ്പോൾ 10 ലക്ഷം രൂപയുടെ ഒരു പോളിസി എടുക്കുന്ന ആൾക്ക് 50 ലക്ഷം വരെ അയാളുടെ കവറേജ് മാറും. പിന്നീട് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യും. ഒരിക്കൽ 50 ലക്ഷം ആയിക്കഴിഞ്ഞാൽ കുറയാൻ പോകുന്നില്ല, പിന്നെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഉയർന്ന കവറേജ് ലഭിക്കുന്ന ഒരു പോളിസി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചിലവ് നോക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സം അഷ്യൂർഡിന് വേണ്ടി നമ്മൾ മുടക്കുന്ന പ്രീമിയത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രീമിയം വളരെ കുറവാണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഒപ്റ്റിമ സെക്യൂറിൽ ഈ നോൺ മെഡിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്യും. അതായത് പണ്ടൊക്കെ ക്ലെയിം വന്നു കഴിഞ്ഞാൽ ഒരു എമൗണ്ട് പിടിച്ചിട്ടേ കൊടുക്കുകയുള്ളായിരുന്നു. കാര്യം നോൺ മെഡിക്കൽ കവർ ചെയ്യില്ല. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. പേഷ്യൻറ്റിൻ്റെ ഫുഡ് ഉൾപ്പെടെയുള്ള എല്ലാ വസ്തുക്കളും 100% ക്ലെയിമും നമുക്ക് ഇതിനകത്ത് സെറ്റിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ പ്ലാനിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിനകത്ത് ലിമിറ്റ്സ് ഒന്നുമില്ല. അതായത് ട്രീറ്റ്മെൻറ്റ് ലിമിറ്റ് ഇല്ല, അല്ലെങ്കിൽ റൂം റെൻ്റ് ലിമിറ്റ് ഇല്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് അതിന് ഇത് ചെയ്യാൻ പാടില്ല, ഇതിന് ചെയ്യാം, അങ്ങനെ ലിമിറ്റുകളൊന്നും ഇല്ലാത്ത പ്ലാനാണ്. എല്ലാവിധ ട്രീറ്റ്മെൻറ്റും കവർ ചെയ്യുന്നത്. ഏറ്റവും മോഡേൺ ട്രീറ്റ്മെൻറ്റും നമ്മുടെ തനതായ ആയുർവേദവും, അങ്ങനെ എല്ലാവിധ ട്രീറ്റ്മെൻറ്റും നമുക്ക് ഇതിലൂടെ കവർ ചെയ്യുന്നു എന്നുള്ളതും ഒപ്റ്റിമ സെക്യൂറിൻ്റെ ഒരു പ്രത്യേകതയാണ്. സാധാരണ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിലുള്ള പോലെ തന്നെ പ്രീ ആൻഡ് പോസ്റ്റ്, അതുപോലെ തന്നെ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റുകൾ, റീഇംബേഴ്സ്മെൻറ്റ്, ഡേ കെയർ പ്രൊസീജിയേഴ്സ്, ഇതൊക്കെല്ലാം നമ്മൾ കവർ. അതുപോലെ തന്നെ ഡേ കെയർ പ്രൊസീജിയർ, ഇപ്പോൾ ഈ ഒരുപാട് സർജറികൾക്കൊന്നും അഡ്മിഷൻ ആവശ്യമില്ല. അഡ്മിഷൻ ആവശ്യമില്ല വെച്ചാൽ ഒരു കിടക്കേണ്ട ആവശ്യമില്ല, രാവിലെ അഡ്മിറ്റ് വൈകിട്ട് പോകാം. അങ്ങനെ എന്തെല്ലാം നടക്കുന്നു ഡേ കെയർ എന്ന് പറയുന്നത് ചെയ്യുന്ന എല്ലാ ലിസ്റ്റൊന്നും നമ്മൾ കരുതുന്നില്ല. എനിത്തിങ് ഡൺ അണ്ടർ ഡേ കെയർ പ്രൊസീജിയർ നമ്മൾ ഈ പ്ലാനിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ അസുഖങ്ങളും കവർ ചെയ്യുന്നു പറഞ്ഞ പോലെ തന്നെ ഇതിനും ലിമിറ്റ്സ് ഒന്നുമില്ല. എങ്ങനെ നമുക്ക് അത് ഡേ കെയർ ആണെങ്കിൽ ഡേ കെയർ നമുക്കതിന് ക്ലെയിം, നമുക്ക് ക്യാഷ്ലെസ് ആയിട്ടാണെങ്കിൽ ക്യാഷ്ലെസ്, റീഇംബേഴ്സ്മെൻ്റ് ആണ് റീഇംബേഴ്സ്മെൻറ്റ് നമുക്ക് ഈ പ്ലാനിൽ കൊടുക്കാൻ സാധിക്കും.